100 വർഷങ്ങൾക്ക് മുൻപ് വെറും മരുഭൂമിയായിരുന്ന ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ വറ്റി വരണ്ടിരുന്ന ഒരു പ്രദേശം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മെഗാ സിറ്റികളിലൊന്നാണ്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന ആ സ്ഥലത്ത് ഇന്ന് ഓരോ വർഷവും 129 ബില്യൺ ഗാലൻ ജലമാണ് ഈസിയായി വിതരണം ചെയ്യുന്നത്. മണലിൽ ഒരു സാധാരണ കെട്ടിടം പോലും പണിയാൻ പ്രയാസമുള്ളിടത്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് തല ഉയർത്തി നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച റോഡുകൾ, ഏറ്റവും വലിയ ഹോട്ടൽ, ഇതൊന്നും കൂടാതെ നിങ്ങളിവിടെ ഒരു കുറ്റകൃത്യം ചെയ്താൽ പോലീസ് നിങ്ങളെ ബ്യുഗാട്ടിയിലും ലംബോർഗിനിയിലും ചേസ് ചെയ്യുന്ന ഒരു നഗരം. ഞാനീ പറഞ്ഞു വരുന്നത് ദുബൈ എന്ന സ്വപ്ന നഗരത്തെക്കുറിച്ചാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ എങ്ങനെയാണ് മരുഭൂമിയിൽ നിന്നും ഇങ്ങനെ ഒരു അത്ഭുത ലോകം സൃഷ്ടിക്കാൻ സാധിച്ചത്? ദുബായ് ഒരു ഗൾഫ് രാജ്യമല്ലേ, അവിടെ ധാരാളം എണ്ണപ്പണം ഉണ്ടാവില്ല എന്നായിരിക്കും ഭൂരിഭാഗം പേരുടെയും മറുപടി. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടുത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ദുബൈയുടെ GDPയുടെ വെറും 1% മാത്രമാണ് ഓയിൽ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ദുബൈ വളർന്ന് ഇന്നത്തെ രീതിയിലേക്ക് എത്തിച്ചേർന്നത്? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ NRIs ആയിട്ടുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിക്ഷേപാവസരം പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സോ പ്രവാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പുതിയതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളൊക്കെ കടന്നു വരുമ്പോൾ ഒരു പ്രോപ്പർ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ല എങ്കിൽ അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു പ്രോപ്പർ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പല NRI പ്ലാനുകൾ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവൈലബിൾ ആണ്. സോ അത്തരം പ്ലാനുകളെക്കുറിച്ച് കൂടുതൽ അറിയാനും എന്നിട്ട് നിക്ഷേപിക്കാനും താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ അടയ്ക്കുന്ന തുകയുടെ ഒരു ഭാഗം ഇക്വിറ്റികളിലും ഇൻഡെക്സ് ഫണ്ടുകളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെ നിന്നാണ് നമുക്ക് ലാഭം കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള പ്ലാനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളൊരു ഹൈ റിസ്ക് പ്രൊഫൈലുള്ള ആളാണെങ്കിൽ 100% മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്ലാനുകൾ നമുക്കിവിടെ കാണാം. ഇനി അതല്ല, നമ്മൾ നിക്ഷേപിക്കുന്ന തുക പൂർണ്ണമായിട്ടും സുരക്ഷിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്ലാനുകളും ഇവിടെ ലഭ്യമാണ്. NRIs ഒക്കെ മാസം ഒരു 18,000 രൂപയ്ക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടി രൂപ വരെ റിട്ടേൺസ് അവകാശപ്പെടുന്ന പ്ലാനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇത്തരം പ്ലാനുകളുടെ മറ്റു ചില ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത്, ഈ പോളിസി അടയ്ക്കുന്ന ആൾ മരണപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി പ്രീമിയം കമ്പനി അടയ്ക്കുകയും ഇതിൻ്റെ മെച്യൂരിറ്റി ബെനിഫിറ്റ്സ് നോമിനിക്ക് കൈമാറുകയും ചെയ്യും. മാത്രമല്ല, ഇവിടെ നമ്മൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങിൻ്റെ ഒരു ഇൻഷുറൻസ് കവറേജും ലഭിക്കുന്നതാണ്. ഇതിനെല്ലാം പുറമെ ഇൻകം ടാക്സ് സെക്ഷൻ 80C 1010 മുതലായുള്ള ടാക്സ് ബെനിഫിറ്റ്സും ഇത്തരം പ്ലാനുകൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇത്തരം പ്ലാനുകളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി അറിയാനും അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദുബൈയുടെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പണ്ട് വെറും മരുഭൂമിയുടെ ഇടയിൽ അവിടെയായി ചിതറിക്കിടന്നിരുന്ന ചില ഗ്രാമങ്ങൾ മാത്രമാണ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒരു 1000 മുതൽ 2000 പേരൊക്കെ താമസിക്കുന്ന ഇത്തരം ഗ്രാമങ്ങളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് മീൻപിടുത്തവും അതുപോലെ തന്നെ കടലിൽ നിന്നുള്ള മുത്തുവാരലും ഒക്കെ ആയിരുന്നു. ഇനി ഇവിടുത്തെ ഓരോ പ്രദേശങ്ങളുടെയും കൺട്രോൾ ഓരോ ട്രൈബൽ ചീഫുമാരുടെ കയ്യിലായിരുന്നു എന്ന് കാണാം. ഇവരാണ് പിന്നീട് ഷെയ്ഖുമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ഷെയ്ഖുമാരുടെ കീഴിലായിരുന്നു പല പ്രദേശങ്ങളും ഉണ്ടായിരുന്നത് എന്ന് കാണാം. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു അബുദാബി എന്ന് പറയുന്നത്. എന്നാൽ 1833 ഇവിടെ ചില അധികാര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുറച്ചാളുകൾ അബുദാബിയിൽ നിന്ന് വേർപെട്ട് പോവുകയും ഇന്ന് നമ്മൾ കാണുന്ന ദുബായ് എന്ന പ്രദേശത്ത് ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. മക്തൂം ബിൻ ബൂട്ടി എന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന് കാണാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പിന്നീട് ദുബായ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള മക്തൂം ഫാമിലിയാണ് ഇപ്പോൾ ദുബായ് ഭരിക്കുന്ന ദുബായ് റോയൽ ഫാമിലി എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സമയത്ത് മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു പ്രദേശം കടന്നു വരികയാണ്. കാരണം ഇന്ത്യ പോലെയുള്ള അവരുടെ കോളനികളിലേക്കും അവിടെ നിന്ന് തിരിച്ചും ധാരാളം ട്രേഡ്, അതുപോലെ തന്നെ കപ്പലിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പേർഷ്യ, ഇറാഖ് പോലെയുള്ള സ്ഥലങ്ങളിലേക്കും ബ്രിട്ടീഷുകാരുടെ ചരക്ക് ഗതാഗതം നടക്കുന്നുണ്ടായിരുന്നു. സോ ഇത്തരത്തിലുള്ള ഗതാഗതം നടക്കുമ്പോൾ ആ ട്രേഡ് റൂട്ടുകളുടെയൊക്കെ മധ്യഭാഗത്തായിട്ടായിരുന്നു ദുബായ് തീരം സ്ഥിതി ചെയ്തിരുന്നത് എന്ന് കാണാം. എന്നാൽ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഈ പേർഷ്യൻ ഗൾഫിൻ്റെ സദേൺ കോസ്റ്റ് എന്നറിയപ്പെട്ടിരുന്നത് പൈറേറ്റ് കോസ്റ്റ് എന്നായിരുന്നു. അവിടെ ധാരാളം കടൽ കൊള്ളക്കാരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു പ്രശ്നം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വലിയൊരു തലവേദനയുമായിരുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ പേർഷ്യൻ ഗൾഫ് തീരത്തുള്ള ഷെയ്ഖ്ഡംസ്, അതായത് ഷെയ്ഖുമാരുടെ കീഴിലുള്ള പല പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ ഒരു സ്ഥലങ്ങളുമായിട്ട് ഒരു ധാരണയിലെത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ബ്രിട്ടീഷ് കപ്പലുകളെ സമാധാനത്തോടുകൂടി ഇതിലെ കടന്നു പോകാൻ അനുവദിച്ചാൽ ഈ സ്ഥലങ്ങളിലെ പ്രദേശങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാമെന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്യുന്നു.
അപ്പോൾ ആ രീതിയിലുള്ള പല കരാറുകളും ഇവിടുത്തെ ഷെയ്ഖുമാരുടെ ഒപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് സൈൻ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പ്രദേശത്തെ 7 ഷെയ്ഖ്ഡംസ് ബ്രിട്ടീഷുകാരുടെ ഒരു പ്രൊട്ടക്ടറേറ്റ് ആയിട്ട് മാറുകയാണ്. എന്ന് മാത്രമല്ല നല്ല രീതിയിൽ ബ്രിട്ടീഷുകാർക്ക് ഇതിലെ ചരക്ക് ഗതാഗതം നടത്താനും സാധിക്കുന്നു. ഇങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ദുബായ് ഒരു പ്രധാനപ്പെട്ട ട്രേഡ് പോസ്റ്റായിട്ട് മാറുകയാണ്. അതിൻ്റെ പ്രധാന കാരണം പേർഷ്യൻ ഗൾഫിലെ ദുബായിയുടെ ഒരു ലൊക്കേഷൻ തന്നെയായിരുന്നു എന്ന് കാണാം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഉൾക്കടൽ പോലെ ദുബൈയുടെ ഉള്ളിലേക്ക് കടന്നു നിൽക്കുന്ന ഒരു ജലപാത കാണാം. അതിനെയാണ് ദുബായ് ക്രീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രീക്കിലൂടെ ചെറിയ കപ്പലുകൾക്കും ബോട്ടുകൾക്കുമെല്ലാം ദുബായ് നഗരത്തിലേക്ക് കടക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ലോകത്തിലെ കപ്പലിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് ദുബായ് ഒരു പ്രധാനപ്പെട്ട ഇടത്താവളമായി മാറുകയാണ്. അങ്ങനെ കപ്പലുകളും അതിലൂടെ വരുന്ന ആളുകളും എല്ലാം അവിടേക്ക് കടന്നു വരുമ്പോൾ ചെറിയ രീതിയിലുള്ള പല എക്കണോമിക് ആക്ടിവിറ്റികളും, അതായത് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ദുബൈക്ക് ചെറിയൊരു വരുമാനം ലഭിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ദുബൈയുടെ യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത് 1958 കാണാം. കാരണം ആ സമയത്താണ് ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം ദുബൈയുടെ രാജാവായി അധികാരത്തിലേറുന്നത്. അദ്ദേഹം പല യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടങ്ങളിലെ വികസനങ്ങൾ കണ്ടു മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഓരോ തുറമുഖങ്ങൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും അതിൽ നിന്നും രാജ്യങ്ങൾ എങ്ങനെയാണ് സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്നത് എന്നും അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. എന്ന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ നൂതനമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അദ്ദേഹം കണ്ടു മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഒരുപാട് രാജ്യങ്ങളിലെ കപ്പലുകൾ ദുബായിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇതിലും കൂടുതൽ കപ്പലുകളെയും കൂടുതൽ ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റികളെയും ദുബായിലേക്ക് കൊണ്ടുവരാനും അതുവഴി ദുബായ് ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് ഹബ്ബാക്കി മാറ്റാനും കൂടെ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ദുബായ് ക്രീക്കിൻ്റെ വീതിയും ആഴവും വർദ്ധിപ്പിച്ച് വലിയ കപ്പലുകളെയും സിറ്റിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഇങ്ങനെ വലിയ കപ്പലുകളും കൂടുതൽ ആളുകളും കടന്നു വരുന്നതോടുകൂടി കൂടുതൽ ട്രേഡ് ആക്ടിവിറ്റികൾ ദുബായ് കേന്ദ്രീകരിച്ച് നടക്കുകയും അത് കൂടുതൽ വരുമാനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ വരുമാനം കിട്ടണമെങ്കിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ വികസനം വേണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടുതൽ പണം ചിലവഴിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാനുള്ള മുഴുവൻ പണവും ആ സമയത്ത് ദുബൈയുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവർ കടം വാങ്ങാൻ വേണ്ടി ആരംഭിക്കുകയാണ്. ഇങ്ങനെ കടം വാങ്ങിയ പണം ഉപയോഗിച്ചുകൊണ്ട് പുതിയ തുറമുഖങ്ങളും പുതിയ റോഡുകളും അതുപോലെ തന്നെ ഈ പോർട്ടുകളെയും സിറ്റികളെയും കണക്ട് ചെയ്യുന്ന ടണലുകളും ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷേ പല ആളുകളും ആ ഒരു കാലഘട്ടത്തിൽ ഇതിനെ എതിർക്കുന്നതും കാണാം. ഇത്തരത്തിൽ കടം വാങ്ങി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ദുബായ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഗ്യാമ്പിളിംഗ് ആണെന്നും പല ആരോപണങ്ങളും ഉയർന്നു വരികയാണ്. പക്ഷേ അവിടെ രാജഭരണമായതുകൊണ്ട് കാര്യങ്ങൾ ഈ രാജാവിൻ്റെ തീരുമാനപ്രകാരം തന്നെ മുന്നോട്ട് പോവുകയാണ്. ആർക്കും അതിനെ എതിർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായ്ക്ക് വലിയൊരു ഭാഗ്യം കൈവരുന്നത്. അവിടുത്തെ പല പ്രദേശങ്ങളിലും എണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന അബുദാബിയിലേക്ക് എണ്ണ നിക്ഷേപത്തിൻ്റെ വെറും 10% മാത്രമാണ് ദുബായിൽ ഉണ്ടായിരുന്നത് എന്ന് കാണാം. വളരെ ചെറിയൊരു നിക്ഷേപമായിരുന്നു. പക്ഷേ ആ ചെറിയ നിക്ഷേപം കൊണ്ട് പോലും ദുബൈയുടെ വരുമാനം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. പക്ഷേ ഷെയ്ഖ് റഷീദ് ഈ പണത്തെ ഒരു വരുമാനമായിട്ട് കാണാതെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൊട്ടേഷനുണ്ട്, നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ടാവും. എൻ്റെ പിതാവ് ഒരു ഒട്ടകത്തിൻ്റെ പുറത്താണ് സഞ്ചരിച്ചിരുന്നത്. ഞാൻ ഇപ്പോൾ ഒരു മെഴ്സീഡീസ് ഉപയോഗിക്കുന്നു. എൻ്റെ മകൻ ഉപയോഗിക്കുന്നത് ഒരു ലാൻഡ് റോവറാണ്. എൻ്റെ കൊച്ചുമകനും ലാൻഡ് റോവർ ഉപയോഗിക്കും. എന്നാൽ എൻ്റെ കൊച്ചുമകൻ്റെ മകൻ വീണ്ടും ഒട്ടകപ്പുറത്തായിരിക്കും സഞ്ചരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ദുബൈയിലെ എണ്ണ നിക്ഷേപം വളരെ ഫൈനൈറ്റ് ആണ് എന്നും, അതായത് കുറച്ചു കാലം കഴിഞ്ഞാൽ ഇല്ലാതാവുന്ന ഒന്നാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ എണ്ണയുടെ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു ഓയിൽ ഡിപ്പെൻഡൻ്റ് രാജ്യമായി ദുബായ് മുന്നോട്ട് പോയാൽ ഭാവിയിൽ ആ വരുമാനം നിലയ്ക്കുകയും ഇവിടം വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം ആ കൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എണ്ണയിൽ മാത്രം ആശ്രയിക്കാതെ മറ്റു വരുമാന മാർഗ്ഗങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന തിയറി പ്രകാരമാണ് എണ്ണയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കാനും അദ്ദേഹം തീരുമാനിക്കുന്നത്. അവിടെ നിന്നും അങ്ങോട്ട് ദുബൈയുടെ നിർമ്മാണ മേഖല വലിയ രീതിയിൽ വളരുകയാണ്. 10,000-കണക്കിന് തൊഴിലാളികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത്തരം മേഖലകളിലേക്ക് തൊഴിൽ തേടി എത്തിച്ചേരുന്നത് എന്ന് കാണാം. ഈ ഒരു സമയത്ത് ദുബായിലുണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ പോപ്പുലേഷനിൽ 300% വർധനമാണ് ഉണ്ടാകുന്നത്. ഈ സമയത്ത് മറ്റൊരു കാര്യവും സംഭവിക്കുന്നുണ്ട്. 1971 ബ്രിട്ടീഷുകാരും ഈ പ്രദേശങ്ങളിലെ എമിറേറ്റ്സും തമ്മിലുള്ള എല്ലാ ഫോർമൽ റിലേഷൻഷിപ്സും അവസാനിക്കുകയാണ്. അല്ലെങ്കിൽ ആ പ്രൊട്ടക്ടറേറ്റ് എന്നുള്ള ഒരു സ്ഥാനം അവസാനിക്കുന്നത് നമുക്ക് കാണാം. ഇവിടുത്തെ 6 എമിറേറ്റ്സ് ഒന്നിച്ചു ചേർന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന ഒരൊറ്റ രാജ്യം രൂപീകരിക്കാൻ 1971 തീരുമാനിക്കുന്നു. പിന്നീട് 1972 7ാമത് ഒരു എമിറേറ്റ് കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് കാണുന്ന UAE ആയിത്തീരുന്നു.
അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യം അബുദാബി ആയിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് അബുദാബിയിലെ ഷെയ്ഖ് UAEയുടെ പ്രസിഡന്റായി മാറുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട രാജ്യം ദുബായ് ആയിരുന്നു. അങ്ങനെ ദുബായ് ഷെയ്ഖ് UAEയുടെ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്യുന്നു. ഇന്നും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കാണാം. അങ്ങനെ ഈ മേഖല സ്വതന്ത്രമായി മാറിക്കഴിഞ്ഞപ്പോൾ ഈ മേഖലയ്ക്ക് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കൈവരികയും കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റികൾ ദുബായ് കേന്ദ്രീകരിച്ച് നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. 1972 പോർട്ട് റാഷിദ് എന്ന പേരിൽ ഒരു വലിയ തുറമുഖം ദുബായിൽ പൂർത്തീകരിക്കുകയാണ്. അതുവഴി ദുബായ് വഴിയുള്ള ചരക്ക് ഗതാഗതം കൂടുതൽ വർദ്ധിക്കുകയും ദുബായ് മാരിടൈം ട്രേഡിലെ ഒരു കീ പ്ലെയറായി മാറുകയും ചെയ്യുന്നു. എന്നാൽ അതുകൊണ്ടും അവസാനിക്കുന്നില്ല. 1980 ദുബായ് തീരത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത പോർട്ടുകളിലൊന്നായ ജബൽ അലി പോർട്ടിൻ്റെ നിർമ്മാണവും പൂർത്തിയാവുകയാണ്. ഇത്തരത്തിലുള്ള വലിയ പോർട്ടുകൾ മാത്രമല്ല, കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഒരു ഡ്രൈ ഡോക്കും പണി കഴിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ പ്രദേശങ്ങളിലൊന്നും കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളെല്ലാം വഴിയായിട്ട് ഇൻ്റർനാഷണൽ മാരിടൈം ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റികൾക്ക് ദുബായ് എന്ന പ്രദേശം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇടത്താവളമായി മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ഫെസിലിറ്റികളൊക്കെയുള്ള പല രാജ്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഫെസിലിറ്റികളിൽ നിന്നും ടാക്സ്, ഡ്യൂട്ടി ഒക്കെ മാക്സിമം ഈടാക്കി ആ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണത്. എന്നാൽ ഷെയ്ഖ് റാഷിദ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജബൽ അലി പോർട്ടിനെ ഒരു ടാക്സ് ഫ്രീ സോണായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതായത് അവിടെ ട്രേഡിൻ്റെ ഭാഗമായി ഇമ്പോർട്ട് ഡ്യൂട്ടി, കസ്റ്റംസ്, മറ്റ് ടാക്സുകൾ ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇവിടെ കച്ചവടം ചെയ്യുന്ന കമ്പനികൾക്ക് വലിയൊരു ലാഭത്തിന് കാരണമാവുകയാണ്. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള ടാക്സോ ഡ്യൂട്ടിയോ ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. അങ്ങനെ ഓൾറെഡി മികച്ച ഒരു ട്രേഡ് ഹബ്ബായിരുന്ന ദുബായ് കമ്പനികളുടെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനായി മാറുകയാണ്. ദുബായ് കേന്ദ്രീകരിച്ച് ധാരാളം ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്നു. അവരുടെ വരുമാനം ഇതിലൂടെ 10 മടങ്ങ് വർദ്ധിക്കുന്നു. അങ്ങനെ 1970 ദുബൈയുടെ GDPയുടെ 50% എണ്ണയിൽ നിന്നുള്ള വരുമാനമായിരുന്നത് ഇന്ന് വെറും 1% മാത്രമായി കുറഞ്ഞപ്പോൾ അവരുടെ ട്രേഡ് സെക്ടറിൽ നിന്നുള്ള വരുമാനം GDPയുടെ 26% സംഭാവന ചെയ്യുന്നു. നികുതി ഒഴിവാക്കി കൊടുക്കുന്നത് ഒരുപാട് ബിസിനസ്സുകളെ ആകർഷിക്കുമെന്ന് ഇതിലൂടെ ദുബായ്ക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഈ ഒരു രീതി അവർ വീണ്ടും പ്രാവർത്തികമാക്കുന്നത് കാണാം. ദുബൈയുടെ പല ഭാഗങ്ങളിലായി 30ഓളം ടാക്സ് ഫ്രീ സോണുകൾ ആരംഭിക്കുകയും ലോകത്തിലെ പ്രധാന ബിസിനസ്സുകളെല്ലാം ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇനി ഇതിനോടൊപ്പം വിപ്ലവകരമായിട്ടുള്ള മറ്റൊരു തീരുമാനം അവരെടുക്കുന്നത് കാണാം. ദുബായ് മാത്രമല്ല, UAEയിൽ വരുമാനത്തിന് നികുതി ഒഴിവാക്കുകയാണ്. അതായത് ഇൻകം ടാക്സ് ഇല്ലാത്ത രാജ്യമായി അവർ മാറുന്നു. ഇതിലൂടെ വീണ്ടും ധാരാളം ബിസിനസ്സുകൾ ദുബായിൽ അവരുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇനി ഇതിന് ശേഷം ദുബൈയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത് ഷെയ്ഖ് റാഷിദിൻ്റെ മകനായിട്ടുള്ള മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് എന്ന് കാണാം. അദ്ദേഹം അധികാരത്തിൽ വരുന്നത് 2006 UAEയുടെ പ്രതിരോധ മന്ത്രി, അതുപോലെ തന്നെ ദുബൈയുടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ തലവൻ മുതലായ പോസ്റ്റുകൾ ഇതിനു മുന്നേ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അധികാരത്തിലെത്തിയ 2006 തന്നെ ദുബൈയിലെ റിയൽ എസ്റ്റേറ്റ് മേഖല വിദേശികൾക്ക് തുറന്നു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. വിദേശ ബിസിനസ്സുകളും റിയൽ എസ്റ്റേറ്റ് കമ്പനികളും ലോകത്തെമ്പാടുമുള്ള വലിയ കോടീശ്വരന്മാരുമെല്ലാം ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപകരായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇന്ന് ദുബായ് റിയൽ എസ്റ്റേറ്റ് അവരുടെ GDPയുടെ 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വലിയ കോൺട്രിബ്യൂട്ടറാണ്. ഇനി ഷെയ്ഖ് മുഹമ്മദിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്ലാൻ, ഓൾറെഡി കപ്പൽ ഗതാഗതത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് ദുബായ് മാറിയതുപോലെ എയർലൈൻ ഇൻഡസ്ട്രിയുടെയും ഒരു ഇടത്താവളമാക്കി ദുബൈയെ മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള വിമാനയാത്രകൾ ആ ഒരു സമയത്ത് കൂടി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എയർലൈൻ ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട പരിമിതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഏഷ്യയ്ക്കും യൂറോപ്പിനും അല്ലെങ്കിൽ ഈ ഏഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ ഇടയിൽ വിമാനങ്ങൾ സർവീസ് നടത്തുമ്പോൾ ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന എയർലൈൻ കമ്പനികൾക്ക് ഒരു സ്റ്റോപ്പ് വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് പാകിസ്ഥാനിലെ കറാച്ചി എയർപോർട്ട് അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റോപ്പായിരുന്നു എന്ന് കാണാം. അപ്പോൾ ദുബായ് ഭരണാധികാരികൾ ഷെയ്ഖ് മുഹമ്മദിൻ്റെ കീഴിൽ ഈ ഒരു ഇടത്താവളം കറാച്ചിയിൽ നിന്നും ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ തങ്ങളുടെ എണ്ണ നിക്ഷേപത്തെ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുബായിൽ ഇറങ്ങി റീഫ്യൂവൽ ചെയ്യുന്ന വിമാനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ജെറ്റ് ഫ്യൂവൽ അല്ലെങ്കിൽ എയർ ടർബൈൻ ഫ്യൂവൽ നൽകാൻ വേണ്ടിയിട്ട് അവർ ആരംഭിക്കുന്നു. അപ്പോൾ അതിലൂടെ ലോകത്തിലെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര എയർലൈനുകളെല്ലാം ദുബായ് അവരുടെ സ്റ്റോപ്പായി തിരഞ്ഞെടുക്കുകയും ദുബൈയിലെ തുറമുഖങ്ങൾ കപ്പലുകളുടെ പ്രിയപ്പെട്ട തുറമുഖങ്ങളായതുപോലെ ദുബായ് എയർപോർട്ട് അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ ഒരു പ്രിയപ്പെട്ട ഇടത്താവളമായി മാറുന്നു. അപ്പോൾ ഇതിലൂടെ അന്താരാഷ്ട്ര വിമാനയാത്ര നടത്തുന്ന ഒരുപാട് ആളുകൾ ദുബായിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ ദുബായിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തെ ഉപയോഗിച്ച് മറ്റൊരു കാര്യവും കൂടെ ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. എയർ എമിറേറ്റ്സ് എന്ന പേരിൽ ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള എയർലൈൻ ദുബായ് ആരംഭിക്കുന്നു. അതാണ് പിന്നീട് ഫ്ലൈ എമിറേറ്റ്സും നമ്മുടെ ഇന്നത്തെ എമിറേറ്റ്സും ഒക്കെ ആയിട്ട് മാറുന്നത് എന്ന് കാണാം. ഇതോടൊപ്പം തന്നെ കറാച്ചി എയർപോർട്ടിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതോടുകൂടി നഷ്ടത്തിലായിട്ടുള്ള പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ വിമാനങ്ങളിലെ ഭൂരിഭാഗവും എമിറേറ്റ്സ് വാങ്ങുകയാണ്. ഇങ്ങനെ വാങ്ങിയ വിമാനങ്ങളെല്ലാം അൾട്രാ ലക്ഷറി വിമാനങ്ങളാക്കി മാറ്റിയിട്ട് അവരവരുടെ ഫ്ലീറ്റിൽ ഉൾപ്പെടുത്തുകയും അങ്ങനെ എമിറേറ്റ്സ് ലോകത്തിലെ ഒരു നമ്പർ 1 എയർലൈനായി മാറുകയും ചെയ്യുന്നു.
ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ മുന്നോട്ട് വരികയാണ്. ഈ കപ്പലിൽ വരുന്ന ആളുകളൊക്കെ ദുബായിൽ തങ്ങുന്നത് പ്രധാനമായിട്ടും അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ 1-2 ദിവസത്തെ വിശ്രമത്തിനുമൊക്കെ വേണ്ടി മാത്രമാണ്. എന്നാൽ ഈ വിമാനയാത്രയ്ക്കായി ദുബായിൽ വരുന്നവർ ഈ നഗരം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം ഉണ്ടാക്കണമെന്നാണ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ആലോചിക്കുന്നത്. അപ്പോൾ ഒരു മരുഭൂമിയിൽ ആളുകൾ എന്ത് കാണാനാണ് വരേണ്ടത് എന്ന ചോദ്യമായിരുന്നു അവർക്ക് മുന്നിൽ ഏറ്റവും വലുതായിട്ടുണ്ടായിരുന്നത്. അതിനുള്ള ഉത്തരവും അവർ പിന്നീട് കണ്ടെത്തുകയാണ്. ലോകത്ത് മറ്റെവിടെയും കാണുന്നതെന്തും ഈ മരുഭൂമിയിലും അതിനേക്കാൾ വലുതായി അതിനേക്കാൾ മനോഹരമായി കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളാണ് പിന്നീട് ദുബായ് ഏറ്റെടുത്ത് നടന്നത്. 1999 ലോകത്തിലെ ഒരേ ഒരു 7 സ്റ്റാർ ഹോട്ടലായിട്ടുള്ള ബുർജ് അൽ അറബ് ദുബായിൽ നിർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. വെറും കടലായി കിടന്നിരുന്ന സ്ഥലങ്ങളിൽ മണ്ണിട്ടുയർത്തി അത്ഭുത നഗരങ്ങൾ അവർ പടുത്തുയർത്തുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. അമേരിക്ക സിയേഴ്സ് ടവർ ലോകത്തിലെ ഏറ്റവും വലിയ ടവറായി മുന്നോട്ട് വെച്ചപ്പോൾ മണ്ണിന് ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ടുള്ള മരുഭൂമിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിട്ടുള്ള ബുർജ് ഖലീഫ അവർ പണിതുയർത്തുകയാണ്. ലണ്ടൻ വീൽ എന്ന് പറഞ്ഞിട്ടുള്ള അത്ഭുതം കാണാൻ വേണ്ടി സഞ്ചാരികൾ തിരക്ക് കൂട്ടുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഒബ്സർവേഷൻ വീലായിട്ടുള്ള ഐൻ ദുബായ് ഇവിടെ ഉയർന്നു വരികയാണ്. അതുപോലെ തന്നെ 60 മീറ്റർ ആഴത്തിൽ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സ്വിമ്മിംഗ് പൂൾ ഇവരോട് നിർമ്മിക്കുന്നു. ഷോപ്പിംഗ് ആസ്വദിക്കാൻ വേണ്ടി വരുന്നവർക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായിട്ടുള്ള ദുബായ് മാൾ പണി കഴിപ്പിച്ച് തുറന്നു കൊടുക്കുന്നു. 150 മീറ്റർ ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പിക്ചർ ഫ്രെയിം ആയിട്ടുള്ള ദുബായ് ഫ്രെയിം പണി കഴിപ്പിക്കുന്നു. ഇങ്ങനെ 300-ലധികം ഗിന്നസ് റെക്കോർഡുകൾ ഉൾപ്പെടെ ലോകത്തിലെ ഏതൊരു നഗരത്തിലും കാണുന്നത് എന്തും അതിനേക്കാൾ വ്യത്യസ്തമായി, അതിനേക്കാൾ മിഴിവോടെ, അതിനേക്കാൾ മനോഹരമായി നിർമ്മിച്ച് ദുബായ് എയർപോർട്ടിലെത്തുന്ന സാധാരണ സഞ്ചാരികളെ ദുബായ് നഗരത്തിലെ വിനോദസഞ്ചാരികളാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുകയാണ്. ഓരോ വർഷവും 85 മില്യൺ ആളുകൾ ദുബായ് എയർപോർട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കിൽ പറയുന്നത്. അതിൽ 14.9 മില്യൺ ആളുകളും ടൂറിസ്റ്റുകളായി ദുബായ് സന്ദർശിക്കുകയും ടൂറിസം ഇൻഡസ്ട്രി ദുബായിയുടെ GDPയുടെ 5% കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മതപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ദുബായിൽ വളരെ കുറവാണ് എന്ന് കാണാം. ഇത്തരത്തിലുള്ള ടൂറിസത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വ്യത്യസ്തരായിട്ടുള്ള ആളുകൾക്ക് ഇവിടുത്തെ ടൂറിസം ആസ്വദിക്കാൻ കഴിയുന്നത് ഈ നഗരത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. കൂടാതെ ഇവിടെ ആഡംബരവും ബിസിനസ്സും പലപ്പോഴും കൈകോർക്കുന്നുണ്ട്. മാത്രമല്ല പലതരത്തിലുള്ള നികുതി ഇളവുകളും ഇവിടെ ലഭിക്കുന്നതുകൊണ്ട് ഈ നഗരം ലോക സമ്പന്നരുടെ ഒരു പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായി മാറുകയാണ്. ഇതിനെല്ലാം പുറമെ 1995 മുതൽ ആരംഭിച്ച ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ദുബായ് എയർ ഷോ, കഴിഞ്ഞിടയ്ക്ക് നടന്ന ദുബായ് എക്സ്പോ, ഇങ്ങനെയുള്ള പല പരിപാടികളിലൂടെ ഇപ്പോഴും ഈ നഗരം ലോകത്തിലെ സഞ്ചാരികളെയും അതുപോലെ തന്നെ ബിസിനസ്സുകളെയും എല്ലാം ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സഞ്ചാരികളും ബിസിനസ്സുകളുമെല്ലാം ദുബായിയെ കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഒരു നഗരമാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ദുബായിയുടെ വളർച്ച എപ്പോഴും പോസിറ്റീവ് ആയിരുന്നില്ല, എപ്പോഴും സുഖകരമായിരുന്ന ഒരു വളർച്ച ആയിരുന്നില്ല ദുബായിക്ക് ഉണ്ടായിരുന്നത്. ലോകത്തിലെ ഏകദേശം എല്ലാ രാജ്യങ്ങളുമായിട്ടും ദുബായിയുടെ എക്കോണമി ബന്ധപ്പെട്ട് കിടന്നിരുന്നത് കൊണ്ട് തന്നെ ലോക സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2008 സാമ്പത്തിക മാന്ദ്യം, അതുപോലെ തന്നെ കോവിഡ് മൂലമുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ദുബായിയെ പെട്ടെന്ന് ബാധിച്ചത് കാണാം. പക്ഷേ ദുബായിയുടെ ബിസിനസ് മോഡലിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ എപ്പോഴും ഈ പ്രശ്നങ്ങളിൽ നിന്നും അവർ പെട്ടെന്ന് തന്നെ കരകയറുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ശക്തരും ദീർഘവീക്ഷണവുമുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ വെറും മരുഭൂമിയിലും പണം കായ്ക്കുന്ന മരങ്ങൾ വളർത്തിയെടുക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദുബായ് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ദുബായിയുടെ ചരിത്രം പറയുമ്പോൾ ആ നഗരത്തെ ഈ രീതിയിൽ പണിതുയർത്തിയ തൊഴിലാളികളെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ കൈകളാണ് ദുബായിയുടെ ഓരോ നിർമ്മിതികൾക്കും പിന്നിൽ കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മൂലം ഇത്തരം തൊഴിലാളികൾ ദുബായിൽ എത്തിച്ചേരുകയും അവർ ചെറിയ വേതനത്തിൽ, വളരെ തുച്ഛമായിട്ടുള്ള വേതനത്തിൽ തൊഴിലെടുക്കാൻ തയ്യാറാവുകയും ചെയ്തത് ദുബായിയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി എന്ന് സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ എത്തിച്ചേർന്നിരുന്ന തൊഴിലാളികൾക്ക് ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കഷ്ടപ്പാടുകൾ ഈ നഗരത്തിൻ്റെ ചരിത്രത്തിലെ ഒരു മോശമേടാണ്. കൊടും ചൂടിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ അവധിയോ ഒഴിവു സമയമോ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് തുച്ഛമായ വേതനം മാത്രം നൽകുകയും അവരുടെ പാസ്പോർട്ടുകൾ തിരിച്ചു നൽകാതെ പിടിച്ചു വെക്കുകയും തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു എന്ന ഒരുപാട് ആരോപണങ്ങൾ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. 2017 ഇതിനു വേണ്ടി ശക്തമായിട്ടുള്ള ചില നിയമങ്ങൾ കൊണ്ടുവന്നു എന്നവർ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ദുബായ് ആഡംബരത്തിൻ്റെ നഗരമാണെങ്കിലും അവിടെ ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു മുഖവും കൂടി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇനിയോട് ഒരു കാര്യം കൂടെ പറയാതെ പോകാൻ പറ്റില്ല. ദുബായിലെ 85% വരുന്ന പോപ്പുലേഷനും വിദേശികളാണ്.
അതിൽ തന്നെ 35% ഇന്ത്യക്കാരാണ് എന്ന് കാണാം. ആ ഇന്ത്യൻ പോപ്പുലേഷനിലെ ഒരു പ്രധാന ഭാഗം നമ്മുടെ കേരളത്തിൽ നിന്നും വിവിധ കാലഘട്ടങ്ങളിൽ അവിടെ എത്തിച്ചേർന്നവരാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദുബായ് ഒരു അത്ഭുത നഗരമായി വളരുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ വളർച്ചയും ചെറുതല്ലാത്ത രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഇപ്പോഴും അയച്ചു തന്നുകൊണ്ടിരിക്കുന്ന റെമിറ്റൻസ് മണി നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് എന്ന് കാണാം. അതുകൊണ്ട് ദുബായിയുടെ ചരിത്രത്തോടൊപ്പം നമ്മുടെ നാടിൻ്റെ ചരിത്രവും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ദുബായ് എങ്ങനെ ഒരു സമ്പന്ന നഗരമായി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടൊപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള NRI പ്ലാനുകളുടെ കാര്യവും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇത്തരം പ്ലാനുകളെക്കുറിച്ച് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.